ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്ക വൈറ്റ് ഹൗസിൽ ദീപാവലി സെലിബ്രേഷനൊക്കെ നടത്തി. ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദിയെ വിളിച്ച് സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾ, അതേപോലെ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷസൊക്കെ രേഖപ്പെടുത്തി. അതോടൊപ്പം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിളിയാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നില്ല. ഇത് പ്രത്യേകിച്ച് ഈ ആസിയാൻ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഷീ ജിങ് പിങ്ങിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒഫീഷ്യലി ഒന്ന് ജസ്റ്റ് അപ്പം ശരിക്കും മോദിയും കൂടി ഡയറക്റ്റ് ആയിട്ട് ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആസിയാൻ സബ്മിറ്റിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് ചർച്ച നടത്തിയാലോ എന്നുള്ള ചില തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിളിയാണെന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ വിളിയുമായിട്ട് ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളും ഇപ്പോൾ പൊലിപ്പിച്ച് എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് നവംബറിൽ ഉടനെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം, ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് നിലവിൽ വരും. അതോടൊപ്പം 15% താഴെയായിരിക്കും ഇന്ത്യയുടെ താരിഫ്. പിന്നെ ഒരു വിഷയം കൂടെ ഉള്ളത്, റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ക്രമേണ കുറച്ച് കൊണ്ടുവരും ഇന്ത്യ എന്നുള്ള 3 കാരണങ്ങൾ വെച്ചിട്ട് പല മാധ്യമങ്ങളും അവർക്ക് തോന്നുന്ന പോലെ അങ്ങ് എഴുതി പിടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിക്കുകയാണ്. അതാണ് നമുക്ക് പൊതുവിലെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിലെല്ലാം കാണാൻ കഴിയുന്നത്. Americans, let me also extend our warmest wishes to the people of India. I just spoke to your Prime Minister today. We had a great conversation. We talk about trade, we talk about a lot of things, but mostly the world of trade. He's very interested in that. Although we did talk a little while ago about let's have no wars with Pakistan. And I think the fact that trade was involved, I was able to talk about that. And we have no war with Pakistan and India. That was a very, very good thing. But he's a great person. And he's become a great friend of mine over the years. In a few moments, we'll light the Diya as a symbol of faith in the victory of light over darkness. It's a beautiful term, light over darkness. That's what it's all about. പക്ഷെ നമുക്കിതിനകത്തൊന്നും പറയാനില്ല. ട്രംപ് ദീപാവലി വിഷസൊക്കെ പറയും, അതിൽ യാതൊരു മാറ്റമൊന്നുമില്ല, തർക്കവുമില്ല. പക്ഷേ ഈ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഒരു നിലയിൽ നിന്നായിരിക്കും പെരുമാറുക. അപ്പോൾ അതുകൊണ്ട് ഈ ദീപാവലി സെലിബ്രേഷനും, കാരണം ഇന്ത്യൻസ് ഒരുപാട് ഉള്ളതാണ് അമേരിക്കയിൽ. അപ്പോൾ ദീപാവലി സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരൻ്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വോട്ട് ബാങ്കിൻ്റെ ഭാഗം കൂടിയാണ്. ട്രംപിന് പ്രത്യേകിച്ച് ഇനി വോട്ടിൻ്റെ ആവശ്യമില്ല, പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് മാത്രമല്ല അമേരിക്ക ഭരിക്കുന്നത്, അവിടെ ഒരു പാർട്ടിയുണ്ട്, ഒരു പാർട്ടിയുടെ പാനലിലാണ് പുള്ളിക്കാരൻ മത്സരിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ ഇന്ത്യയെ വില കുറച്ച് കാണുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞിട്ട് മാർച്ച് ലാസ്റ്റ് വീക്ക് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 8 മാസമായിട്ട് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് ട്രംപിന്റെ വാക്കും കേട്ട് നിർത്തിയിട്ടില്ല. അപ്പോൾ ഇനിയും ഇന്ത്യയുടെ ആ ഒരു ബോൾഡ്നെസ്, ഇന്ത്യയുടെ ആ ഒരു നിലപാട് എന്താണെന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഈ രീതിയിൽ മാസത്തിൽ ഒരു 4 തവണയെങ്കിലും വന്നിട്ട് ആഴ്ചയ്ക്ക് ഒരു വീഡിയോ ഇടുക. റഷ്യൻ എണ്ണ ഇതാ കുറച്ചു, റഷ്യൻ എണ്ണ ഇതാ മിനിഞ്ഞാന്ന് കുറച്ചു, ഇന്നലെ കുറച്ചു, ഞാൻ ബ്ലൂംബർഗിൽ കണ്ടു, ഞാൻ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, റോയിട്ടേഴ്സ് പറയുന്നുണ്ട് റഷ്യൻ എണ്ണ കുത്തനെ കുറച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ത്യക്കുള്ളിൽ നിന്ന് ഗവൺമെന്റ് ഒഫീഷ്യലി ഒരു രീതിയിലും കമന്റ് പാസ്സാക്കിയിട്ടില്ല. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർഗേ ലാവ്റോവ് 2 ദിവസങ്ങൾക്ക് മുൻപ് കൂടി ഇന്ത്യയുടെയും റഷ്യയുടെയും എണ്ണ വ്യാപാരം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അഥവാ ഡിസംബറിൽ പുടിൻ ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് റഷ്യൻ എണ്ണ കുറയ്ക്കുക? അത് ജിയോ പൊളിറ്റിക്കലി സാധ്യതയില്ലാത്തൊരു വിഷയമാണത്. റഷ്യൻ ഓയിലെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ, മറ്റൊരു രാജ്യം പറയുന്നത് കേട്ടുകൊണ്ട് നിർത്തുന്ന ഒരു വ്യാപാര ബന്ധമല്ല മറ്റേത് രാജ്യവുമായിട്ട് വെക്കുന്നത്. ഇന്ന് അമേരിക്കയുടെ വാക്കും കേട്ട് റഷ്യൻ എണ്ണയിൽ ഒരു കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെടുത്ത് വിശ്വാസത്തോടു കൂടി വ്യാപാരം ചെയ്യുന്ന പല രാജ്യങ്ങളും നമ്മളെ വിലയിരുത്തും, നമ്മളെ ഒരു ലിസ്റ്റിൽ അങ്ങ് തള്ളും. ഇവൻ അമേരിക്കൻ്റെ പപ്പറ്റാണ്, ഇവനുമായിട്ട് വ്യാപാര ബന്ധം വെച്ച് കഴിഞ്ഞാൽ ഏത് എഗ്രിമെന്റ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അമേരിക്കക്കാരൻ പറയുമ്പോഴത്തേക്കും ആ വാക്കും കേട്ട് നമ്മളുടെ ഇടയിലുള്ള കച്ചവടം ഇവൻ നിർത്തും, വിശ്വാസയോഗ്യനല്ല എന്നുള്ള നിലയിലുള്ള ആ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടിടും. ഇന്ത്യയുടെ പോളിസി അങ്ങനെയല്ല. ഇത് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇന്ത്യ റഷ്യയെ ബീട്രേ ചെയ്തുകൊണ്ട് ഈ ഓയിൽ വാങ്ങുന്നത് നിർത്തുമെന്ന് തോന്നുന്നില്ല. അതാണ് നമ്മളുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം വെറും പൊളിറ്റിക്കൽ സ്റ്റണ്ടുകൾ മാത്രമാണ്. ട്രംപിന്റെ ഈ ഒരു ദീപാവലി വിഷും അതൊക്കെ കൊണ്ട് പല മാധ്യമങ്ങളും ഭയങ്കര സന്തോഷത്തിൽ ഇന്ത്യക്ക് താരിഫ് കുറയ്ക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു 3 ദിവസത്തേക്ക് ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ വാക്ക് 3 മണിക്കൂർ പോലും നിലനിൽക്കാത്ത അത്രയും ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് എപ്പോഴും ട്രംപ് പറയുക. വൈകുന്നേരം കൂടി മാറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് ഇന്ത്യയുമായിട്ട് ഇടപെടാൻ ശ്രമിച്ചുവെങ്കിൽ നല്ലതാണ്. എന്നാൽ ഒരു 3 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഏത് നേരത്ത് വേണമെങ്കിലും ട്രംപിന്റെ സ്വഭാവം മാറാം. അപ്പം അതുകൊണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നില്ല. ഏതാണ് റഷ്യൻ ഓയിൽ നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് റഷ്യൻ ഓയിൽ നിർത്താം, അത് ഇന്ത്യയുടേതായിട്ടുള്ള തീരുമാനത്തിൽ നിർത്താം. അതാണ് എൻ്റെ നിലപാട്.
അല്ലാതെ അമേരിക്ക പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു എന്നുള്ള നിലയിലല്ല. അമേരിക്ക പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു എങ്കിൽ ഇന്ത്യ 8 മാസങ്ങൾക്ക് മുമ്പേ അത് അവസാനിപ്പിക്കണമായിരുന്നു. 8 മാസം വരെ റഷ്യയുടെ ഓയിൽ നിർത്താതെ ഇന്ത്യ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. നമ്മൾ വളരെ ബോൾഡ് ആയിട്ടുള്ള ക്ലിയർ മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നാണ് നമ്മൾ അമേരിക്കയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ലാംഗ്വേജിൽ എപ്പോഴാണ് മാറ്റം വന്നിരിക്കുന്നത്? ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. ഇനി ഇന്ത്യ റഷ്യയുമായിട്ട് ഓയിൽ ട്രേഡ് നിർത്തുന്നുവെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളിൽ, വ്യാപാര ബന്ധങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും നെഗോസിയേഷൻസിന്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് റഷ്യയുമായിട്ടുള്ള ഈ ഒരു ഓയിൽ ട്രേഡിൽ എന്തെങ്കിലും വ്യത്യാസം ഇന്ത്യ വരുത്തുള്ളൂ. അല്ലാതെ അമേരിക്കയിൽ നിന്നും ഒരു ലാഭം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട്, ചൈനയിൽ നിന്നും ഒരു ലാഭം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ മേഖലയിൽ നിന്നും ഒരു ലാഭം കിട്ടുന്നു പറഞ്ഞിട്ട് ഒരിക്കലും റഷ്യൻ ഓയിലിൽ ആ ബാലൻസ് ഷീറ്റ് കൊണ്ടുപോയി ചേർക്കാൻ ഇന്ത്യ തീരുമാനിക്കില്ല. റഷ്യയുടെ നിന്നുള്ള ഓയിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ റഷ്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. അത് ഉണ്ടാവാത്തിടത്തോളം കാലം ഈ രീതിയിലൊരു സംസാരത്തിന് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് ഏതോ ഇന്ത്യയെ വാൺ ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ അടിച്ചിറക്കി വിട്ടിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഇന്ത്യക്ക് ശക്തമായ താക്കീത് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? പാകിസ്ഥാനെ തൊട്ടുപോകരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ പാകിസ്ഥാന്റെ ഉള്ളിൽ അടിച്ചിറക്കുന്നത്. അത് ഈ പാകിസ്ഥാനികൾ ശരിക്കും ഒരു അവസരം കാത്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അതിനെ വലിയ രീതിയിൽ ഇങ്ങനെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ മോക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അവസ്ഥയാണ്. ട്രംപിന്റെ ഈ ഒരു ടെലിഫോൺ കോൾ കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്വീറ്റ് ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദീപാവലി വിഷസിനെല്ലാം വളരെ നന്ദിയുണ്ട്. അതുപോലെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തീവ്രവാദികൾക്കെതിരെ അറ്റം വരെ പൊരുതണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് പോയത്. അപ്പോൾ അത് പാകിസ്ഥാനെതിരെ പൊരുതണമെന്നാണ് ഇന്ത്യ ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസിയും ട്രേഡും അതൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു രാജ്യമാണ് ക്രിപ്റ്റോ കറൻസിക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രാജ്യം. അങ്ങനെയാണ് ട്രംപ് അതിനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ഒരു കൃഷിഭൂമി, ക്രിപ്റ്റോ കറൻസി കൃഷിഭൂമി, അതാണ് പാകിസ്ഥാൻ. അത് പാകിസ്ഥാനികൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ജർമ്മനി ഒരു മാസ് പരിപാടി ചെയ്തിട്ടുണ്ട്. കാരണം അമേരിക്കയിൽ ഇപ്പോൾ ആർക്ക് ശമ്പളമില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഫെഡറൽ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇപ്പോൾ ശമ്പളമില്ല. ഈ ശമ്പളമില്ലാത്ത സാഹചര്യത്തിൽ, കാരണം അവിടെ അടച്ചിട്ടിരിക്കുകയാണല്ലോ, കട പൂട്ടിയിട്ടിരിക്കുകയാണ്. ട്രംപ് ആണെങ്കിൽ കട പൂട്ടിയപ്പോൾ ഈ മാസം സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പേറോളൊന്നുമില്ല. അതായത് കുറച്ച് അമേരിക്കൻ സിറ്റിസൺസ് ആയിട്ടുള്ള അമേരിക്കയുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ ജർമ്മനിക്കുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡിപ്ലോമാറ്റ്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ അമേരിക്കയും ജർമ്മനിയും കൂടി ജോയിന്റ് ആയിട്ട് നടത്തുന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊക്കെയുള്ള എംപ്ലോയീസ് ഉണ്ട്. അവരെല്ലാം അമേരിക്കൻ പൗരന്മാർ തന്നെയാണ്. അപ്പോൾ അവർ ജർമ്മനിയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജർമ്മനിയിലുള്ള അമേരിക്കൻ എംപ്ലോയീസിന് ജർമ്മനിയിലെ മേഴ്സ് ഫ്രെഡറിക്കിന്റെ സർക്കാർ പറഞ്ഞിരിക്കുകയാണ്, ജർമ്മനിക്കുള്ളിലുള്ള അമേരിക്കക്കാരൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ശമ്പളം ഞങ്ങൾ തരും, എന്തായാലും ഞങ്ങൾ തരാം. അമേരിക്കയുടെ ഉള്ളിലെ ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തായാലും സാലറി കിട്ടത്തില്ല. എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു കുറവ് നിങ്ങൾക്ക് വരുത്തില്ല, ജർമ്മനിക്കുള്ളിലുള്ളവർക്ക് ഞങ്ങൾ സാലറി തരും എന്ന് ജർമ്മനി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അമേരിക്കയുടെ ട്രംപിന്റെ ഈ നിലപാടുകൾക്കെതിരെ ജർമ്മനി എടുത്തിരിക്കുന്ന ഈ നിലപാട് ഒരു ഇൻസൾട്ടാണ് ശരിക്കും അമേരിക്കയ്ക്ക് തന്നെ. അതാണ് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴായിരിക്കും പോയിട്ടുണ്ടാവുക. ശരി, ട്രംപിനെ കൊണ്ട് പറ്റുന്ന പണിയെല്ലാം ട്രംപ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കണ്ടീഷൻസ് ആണ് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ കണ്ടീഷൻസിൽ പ്രധാനപ്പെട്ട 2-3 കണ്ടീഷൻസ് ഉണ്ട്. അതൊന്ന്, അമേരിക്ക ഉക്രൈനിന് ഒരു ഹെൽപ്പും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. അവസാനം പൊറുതി മുട്ടി ഉക്രൈനിൽ സെലൻസ്കി പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ സ്ഥലം നിങ്ങൾ മറ്റവന്മാർക്ക് വിട്ടുകൊടുക്കരുത്, റഷ്യക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചൈന ഏറ്റവും കൂടുതൽ റഷ്യയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് മേളിൽ കടുത്ത ഉപരോധം കൊണ്ടുവരിക, ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്, റഷ്യ ഈ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനിൻ്റെ ഉള്ളിലുള്ള കുറേ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടപടികൾ എടുക്കണം. ഇത് മൂന്നാമത്തെ കണ്ടീഷൻ. ഇങ്ങനത്തെ ചില കണ്ടീഷൻസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. കുറേ കണ്ടീഷൻസ് അവർ വെക്കുന്നുണ്ട്. ഈ കുറേ കണ്ടീഷൻസിനൊന്നും യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അത് കാരണം വേറെ ഒന്നുമില്ല, ട്രംപും പുടിനും ഒരു സൈഡിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കണ്ടീഷൻസിനൊക്കെ യാതൊരു പ്രാധാന്യമില്ലാതായിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ കീവ് ആ ഭാഗത്തേക്ക് അതിശക്തമായ രീതിയിലുള്ള ആക്രമണം എന്നല്ല, മാസീവ് ആക്രമണം. അതായത് മാസീവ് ആഴ്ചയിൽ 1400-ലധികം ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ഇതിൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ 1400-ലധികം ആൾക്കാർ ഇമ്പാക്റ്റഡ് ആണ് ഈ ഒരു ആക്രമണത്തിൽ. മാസീവായിട്ടുള്ള ആക്രമണം, അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ്. കീവ് നഗരം ടാർഗറ്റ് ചെയ്താണ് ആക്രമണം നടത്തിയത്. ഇതിനൊരു റീസൺ ഉണ്ട്. കഴിഞ്ഞ 2 ദിവസം നല്ല രീതിയിൽ സമാധാനമായിരുന്നു, വലിയ രീതിയിലുള്ള അറ്റാക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ UK അവരുടെ ഒരു മിസൈൽ കൊടുത്ത് ഉക്രൈനെ കൊണ്ട് റഷ്യക്കുള്ളിൽ ഒരു ആക്രമണം നടത്തിച്ചു. UKയുടെ സ്റ്റോം ഷാഡോ എന്ന് പറഞ്ഞൊരു മിസൈൽ കൊണ്ട് റഷ്യക്കുള്ളിൽ ഒരു കെമിക്കൽ ഫാക്ടറി, അതാണ് ആക്രമണം നടത്തിയത്. ഈ കെമിക്കൽ റിയാക്ഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചതിൽ ആ ഗ്യാസ്, ഈ കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടായ ഒരു വാതകമുണ്ടല്ലോ, ഗ്യാസ്, ഇത് നല്ല രീതിയിൽ അവിടെ സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങളെ അവിടെ താമസിപ്പിക്കാൻ ഒരു പേടി. അപ്പോൾ അതുകൊണ്ട് റഷ്യ അവിടുത്തെ പൊതുജനങ്ങളെ, എത്രയോ കിലോമീറ്റർ കണക്കിൽ അകലെയുള്ള പൊതുജനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇതിൽ റഷ്യക്കുള്ളിലും ആൾക്കാർക്ക് അപകടം ഏറ്റിട്ടുണ്ട് ഈ ഒരു മിസൈൽ ആക്രമണത്തിൽ. ഇതും ഒരു മാസീവായിട്ടുള്ള അറ്റാക്ക് തന്നെയാണ്. ആ അറ്റാക്കിനെ റിറ്റാലിയേറ്റ് ചെയ്താണ് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്തിയത്, പ്രത്യേകിച്ചും കീവ് അതിൻ്റെ തലസ്ഥാനത്തിലേക്ക്. രണ്ടുപേരും ബാക്ക് ടു ബാക്ക് വീണ്ടും ആക്രമണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുടിൻ ഹംഗറിയിൽ വന്നിട്ട് ട്രംപിനെ കണ്ട് സംസാരിക്കും എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നല്ലോ, അതത്ര പന്തിയല്ല, അത് മുന്നോട്ട് പോകും തോന്നുന്നില്ല. കാരണം ഹംഗറിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടക്കുന്നുണ്ട്. ഇത് റഷ്യയല്ല അറ്റാക്ക് ചെയ്യുന്നത്. ഇത് അറ്റാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് സെൽഫ് ഗോളായിട്ട് തന്നെയാണ് മാറുന്നത്. ഉക്രൈനെയാണ് ഞാൻ പറയുന്നത്. കാരണം ഹംഗറിക്ക് ഗ്യാസോ ഓയിലോ കിട്ടുന്ന എല്ലാ പരിപാടികളും തടയുക എന്നുള്ളത് ഉക്രൈൻ്റെ ഒരു നിലപാടാണ്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ട്രംപ് വിക്ടർ ഓർബനെ വിളിച്ചിട്ട്, ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വിക്ടർ ഓർബനെ വിളിച്ചിട്ട് നിനക്ക് ഗ്യാസ് ലൈൻ ഞാൻ തുറന്നു തരാം എന്ന് പറഞ്ഞിട്ട് ഉക്രൈനിലെ സെലൻസ്കിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വിക്ടർ ഓർബൻ ഹംഗറിയിലേക്ക് തിരിച്ച് മടങ്ങവേ പൈപ്പ് ലൈൻ ഡാമേജ്ഡ് എന്നാണ് സെലൻസ്കി സ്റ്റേറ്റ്മെന്റ് പുറത്ത് പറഞ്ഞത്. അതായത് ഹംഗറിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്, ഹംഗറി, സെർബിയ, ഇങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സെർബിയയ്ക്ക് മേളിൽ ഒരു പ്രഷർ ഇടാൻ വേണ്ടിയിട്ട് നാറ്റോ രാജ്യങ്ങൾ, അതിന് തൊട്ട് താഴെ കിടക്കുന്ന അൽബേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ മിലിറ്ററി പരേഡ് നടത്തുകയാണ്. അതായത് സെർബിയയെ ഒന്ന് ജസ്റ്റ് പേടിപ്പിക്കുകയാണ്. അതായത് സെർബിയ പറഞ്ഞല്ലോ, സെർബിയയുടെ എയർ സ്പേസ് വഴി വേണമെങ്കിൽ പുടിന് ഹംഗറിയിലേക്ക് എത്താം എന്ന് സെർബിയ പെർമിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടുള്ള നടപടികളാണ് ഇപ്പം നാറ്റോ ഈ അൽബേനിയയുടെ ഭാഗത്ത് നടത്തുന്നത്. ഒരു മിലിറ്ററി പരേഡ് എന്നുള്ള നിലയിൽ ഒരു മോബ് ഡ്രില്ല് ജസ്റ്റ് സെർബിയയ്ക്ക് ഒരു താക്കീത് കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് യൂറോപ്പുമായിട്ട് ചേർന്ന് നടക്കേണ്ട നീ എങ്ങനെയാണ് നീ ഉക്രൈനെ ക്രൂരമായി കയറി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏകാധിപതിയായിട്ടുള്ള പുടിന് എങ്ങനെയാണ് ഇവിടെ ഒരു ഗേറ്റ് വേ നീ തുറന്നു കൊടുക്കാൻ പറ്റുന്നത്? അത് സാധ്യമല്ല എന്നാണ് അവർ മറ്റേ ഭാഷയിലൂടെ, മിലിറ്ററി ഭാഷയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. റഷ്യൻ ഗ്യാസും ഓയിലും ഒന്നും തന്നെ ഹംഗറിയിലേക്ക് എത്തുന്നില്ല, കാരണം ഉക്രൈൻ അതിനെ തടഞ്ഞു. അതുകൊണ്ട് റൊമാനിയയുടെ സൈഡിൽ നിന്നാണ് ഇപ്പം ഹംഗറി ഈ ഓയിലൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പണ്ടേ ഉള്ള കണക്ഷനാണ്, പക്ഷേ അതാണ് ഇപ്പോൾ ഉള്ള സോഴ്സ്, വേറെ സോഴ്സ് ഇല്ല. അപ്പം അങ്ങനെ ഈ റൊമാനിയയിലെ ലൂക്ക് ഓയിൽ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിൽ നിന്നാണ് ഓയിൽ ഇപ്പോൾ വാങ്ങുന്നത്. ആ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്റ്റേഷൻ, അതായത് ഹംഗറിയിലുള്ള സ്റ്റേഷൻ, അതാണ് ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത്. ഇത് ആക്രമിച്ചു എന്നുള്ളത് ഇതുവരെ അറിയില്ല. പുടിൻ ട്രംപ് മീറ്റിംഗ് അവിടെ നടത്താം എന്ന് സമ്മതിച്ച വിക്ടർ ഓർബണിന് കൊടുക്കുന്ന ഒരു തിരിച്ചടിയാണ്. ഇത് യൂറോപ്യൻ സൈഡിൽ തന്നെയാണ് ഈ ഒരു ആക്രമണം പോയിരിക്കുന്നത്. ഇത് ഒരു 99.99% ഉക്രൈൻ തന്നെ ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഉക്രൈൻ ഇതുമല്ല, ഇതിൻ്റെ മുകളിൽ പലതും ചെയ്യും. ഇനി അത് മാത്രമല്ല, റൊമാനിയയുടെ ഉള്ളിലും ഒരു ആക്രമണം. റൊമാനിയയുടെ ഉള്ളിൽ ലൂക്ക് ഓയിൽ എന്ന് പറഞ്ഞ ഈ ഒരു ഓയിൽ കമ്പനിയുടെ ഹെഡ് ഓഫീസ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഈ റൊമാനിയയുടെ ഉള്ളിലും ഹംഗറിയുടെ ഉള്ളിലും റഷ്യയാണ് ആക്രമണം നടത്തിയതെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ഥിതി എന്തായാലും എൻറ്റയർ യൂറോപ്പിൽ യൂറോപ്പിലുള്ള മൊത്ത രാജ്യങ്ങൾ കയറി പിടിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൂക്കി വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയേനെ. കാരണം ഇത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറയുന്ന പോലെ ലോകത്തിന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല, പക്ഷേ യൂറോപ്പിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ്. അതങ്ങനെയാണ് പെരുപ്പിച്ച് കാണിക്കുക. ആ മാതൃകയിൽ തന്നെ അവർ പറഞ്ഞു പരത്തി ഇപ്പം റെഡിയാക്കി എടുത്തേനെ. പക്ഷേ എന്നാൽ ഇത് യൂറോപ്പിന്റെ ഉള്ളിലും തന്നെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ട് ഹംഗറിക്കും റൊമാനിയയ്ക്കും കൊടുക്കുന്ന വാണിംഗ് ആണ് ഈ ഒരു അറ്റാക്ക് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജർമ്മനി വീണ്ടും ഇസ്രായേലുമായിട്ട് 2 ബില്യൺ വർത്ത് വരുന്ന കരാർ. ഈ കരാർ എന്തിനാണെന്ന് പറഞ്ഞാൽ കുറച്ച് മിസൈലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പൈക്ക് മിസൈലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഇസ്രായേലിന്റെ റഫേൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് ജർമ്മനി. 2 ബില്യൺ വർത്ത് വരുന്ന ഓർഡറാണ്. അത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട്, പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇനി ഇസ്രായേലുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതുപോലെ ഫ്രാൻസിന്റെ ഫോർമർ പ്രസിഡന്റ് സർക്കോസിയെ പിടിച്ചിപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. 5 വർഷത്തേക്കാണ് നടപടി. 5 വർഷം ജയിലിൽ കിടക്കണം, ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. കാരണമായിട്ട് പറയുന്നത്, അതായത് പുള്ളിക്കാരൻ ഇലക്ഷനിൽ മത്സരിച്ചിരുന്ന സമയത്ത് ഇലക്ട്രൽ ഫണ്ട് അത് ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫ്രാൻസിന്റെ ഉള്ളിൽ ഇലക്ഷനിൽ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട്, ഒരു മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് സ്വീകരിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തൽ എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ മാക്രോയുടെ സർക്കാർ പറയുന്നത്. അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് 5 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അതായത് സൗത്ത് കൊറിയയിലേക്ക് ട്രംപ് സന്ദർശിക്കാനിരിക്കുകയാണ്. അതായത് ഒരു ആസിയാൻ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെയാണ് സൗത്ത് കൊറിയ എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് പോയിന്റ് തിരഞ്ഞെടുത്തത്. ഈ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് ഷീ ജിൻപിങ്ങിനെ കണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി പെർമിഷൻ കിട്ടിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ട്രംപ് ചൈനയ്ക്ക് മേളിൽ 155% താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ 1 തീയതി മുതൽ. ഇതൊരു ഹൈ പ്രഷർ പോളിസിയാണ്. അല്ലാതെ അത് എപ്പോഴും ട്രംപ് ഒരു നെഗോസിയേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഹൈ പ്രഷർ പോളിസി അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം അതിനോടൊപ്പമാണ് മോദിയെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വൈറ്റ് ഹൗസ് തേടുന്നത്. അപ്പം അങ്ങനെ തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ദീപാവലിയുടെ വിളിയൊക്കെ വന്നിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നോർത്ത് കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരെണ്ണം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പരാതി ട്രംപിന്റെ അടുത്ത് സൗത്ത് കൊറിയ അറിയിച്ചിട്ടുണ്ട്. അതായത് വളരെ അടുത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കാനിരിക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് കിടന്നുകൊണ്ട് നോർത്ത് കൊറിയ ഇങ്ങനെ ഒരു മിസൈൽ പരീക്ഷണം ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ബട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ഓക്കെ, ഐ വിൽ ടോക്ക് ടു ഹിം, ഹീസ് ഫ്രണ്ട് ഓഫ് മൈൻ, ഞാൻ പറഞ്ഞാൽ കേൾക്കും. ആര്? കിം ജോങ് ഉൻ. ട്രംപ് പറഞ്ഞാൽ കേൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പരിധിവരെ നമുക്ക് ഓക്കെ എന്ന് പറയാം. കാരണം ഇതിനു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റുമാർ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി ട്രംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യുകയും കിം ജോങ് ഉന്നെ കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ മുഖവിലേക്ക് എടുക്കാം. പക്ഷെ എന്നാലും നോർത്ത് കൊറിയ ചെയ്യേണ്ട പരിപാടി അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ അസർബൈജാൻ അർമേനിയക്കിടയിൽ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു, അവരുടെ ട്രേഡ് വളരെ സുഖമായിട്ട് നടക്കുന്നു എന്നുള്ളൊരു പത്രക്കുറിപ്പും ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം വേറെ ഒന്നല്ല, അസർബൈജാനും അർമേനിയയ്ക്കും ഇടയിൽ വളരെയധികം എഫേർട്ട് ഇട്ട് ഒരു പീസ് ഡീൽ നടപ്പിലാക്കിയത് ട്രംപാണ്. ആ ഒരു ക്രെഡിറ്റ് ട്രംപിന് അവകാശപ്പെട്ടതാണ്. അമേരിക്കയുടെ റൈറ്റ് വിംഗ് പത്രങ്ങളെല്ലാം തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. അസർബൈജാനും അർമേനിയയും തമ്മിൽ ട്രേഡ് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിൽ ട്രേഡ് ഒരു രീതിയിലുള്ള ആക്രമണങ്ങളോ അതിക്രമങ്ങളോ പിടിച്ചുപറിയോ ഒന്നുമില്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രേഡാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അർമേനിയയും അസർബൈജാനും സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ജപ്പാന്റെ സനായി തക്കേച്ചി, അപ്പം പുള്ളിക്കാരിയാണ് ഇപ്പോൾ അവിടുത്തെ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ, കൊണ്ട് റെഫ്യൂജികളെ മൊത്തത്തിൽ പിടിച്ച് പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയൊരു വാഗ്ദാനമായിട്ട് തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രവൃത്തി വളരെ തകൃതിയായിട്ട് ജപ്പാന്റെ ഉള്ളിൽ നടത്താൻ തീരുമാനിച്ച് ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ് തെക്കൈച്ചി. വെനിസുലയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അത് അമേരിക്കയ്ക്കെതിരെയാണ്. കാര്യം അമേരിക്ക അവരുടെ മാരിടൈം ബോർഡർ കഴിഞ്ഞു പോയി അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബോട്ടുകളെ ആക്രമിക്കുന്നുണ്ട്. ഇതിൽ പലതും ഫിഷറീസ് ബോട്ടുകളാണെന്നാണ് വാദം. അതായത് വെനിസുലയുടെ വാദം, കൊളംബിയയുടെ വാദം, ആ രാജ്യങ്ങളുടെയൊക്കെ വാദം ഇതാണ്. പക്ഷെ അമേരിക്ക പറയുന്നത് ഇതെല്ലാം തന്നെ മരുന്ന് കടത്താണ്. അപ്പൊ എന്ത് തെളിവാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ പക്കലുള്ളത്, അമേരിക്കയുടെ പക്കലുള്ളത്? നിങ്ങളിങ്ങനെ നിങ്ങളുടെ വാർഷിപ്പുകൾ എടുത്തുകൊണ്ട് പോയി ഏത് കടൽ തീരത്തും ചെന്ന് ആരെങ്കിലൊക്കെ ആക്രമിക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത്? ഈ 13 ബോട്ടുകൾ നിങ്ങൾ അറ്റാക്ക് നടത്തിയതിൽ ഈ 13ഉം ഇത് മരുന്ന് കടത്ത് ചെയ്യുന്ന ബോട്ടുകളാണ് എന്നതിന്റെ തെളിവ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റെസൊല്യൂഷൻ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ UN ആണല്ലോ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം UN പുല്ലുവിലയാണ്. അമേരിക്ക ഇപ്പോൾ UN റെസൊല്യൂഷനെ മുഖവിലേക്ക് എടുക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഗ്ലോബലി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം UN ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഗാസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ വളരെ സോളിഡ് ആയിട്ടുള്ള ബോർഡർ ബിൽഡ് ചെയ്യാണ്. സോളിഡ് ആയിട്ട് പറഞ്ഞാൽ ബോക്സ് കണക്കിൽ യെല്ലോ കളറിൽ തന്നെ ബോക്സുകൾ, കണ്ടെയ്നർ ബോക്സുകൾ മാതിരിയുള്ള ബോക്സുകൾ, നല്ല ഹാർഡ് റോക്ക് ബോക്സുകൾ കൊണ്ടുവന്ന് ഈ ബോർഡറിൽ ഈ യെല്ലോ ബോർഡർ നമ്മൾ കാണിച്ചായിരുന്നല്ലോ, റെഡ് കളർ പോർഷൻ, യെല്ലോ കളർ ഒരു ബോർഡർ, ആ ബോർഡറിൽ അങ്ങ് നിരത്തി വെക്കുകയാണ്. അതായത് മനസ്സിലാക്കാൻ പറ്റുന്നത് പെർമനന്റ് ആയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ഗാസയിൽ IDF പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിനി അങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നില്ല, ഗാസയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല തിരിച്ച്. ആ രീതിയിലാണ് ബോർഡർ വളരെ സ്ട്രോങ് ചെയ്യാണ്. കാരണം വേറെ ഒന്നുമില്ല, ഒരു കൺഫ്രണ്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് നേരിട്ട് ഹമാസിനെ കാണണ്ടല്ലോ, നിങ്ങൾ അപ്പുറത്ത് എന്താ വെച്ചാൽ ചെയ്തോ. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിൽ കൂടി ഇനി റോക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കൂടി അവന്മാർ ജമ്പ് ചെയ്ത് മേളിൽ കയറി ഒന്ന് നിന്ന് വെടിയുതിർക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിലാണെങ്കിൽ സർവൈലൻസും ജാസ്തിയാണ്. അപ്പം അതുകൊണ്ട് ഇത് ഒരു പെർമനന്റ് ബോർഡറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാതില്ല. അവസാനം ട്രംപ് 155% താരിഫ് കൊടുത്തിട്ടുണ്ടല്ലോ ചൈനയ്ക്ക് നവംബർ 1 മുതൽ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ചൈനയ്ക്കെതിരെ കൊടുക്കുന്ന ഒരു താരിഫ് എന്നുള്ളതിലുപരിയായിട്ട് നെഗോസിയേഷനിൽ ഡോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു താരിഫാണ്. കാരണം ഇതിനു മുമ്പ് 155% താരിഫ് ഇട്ടിരുന്നു. അപ്പോഴാണ് ചൈന ഒരു ടെലിഫോൺ കോളിന് തയ്യാറായത്. അതിന് മുമ്പ് വരെ ടെലിഫോൺ കോളിന് തയ്യാറായിട്ടില്ല. അപ്പോൾ വീണ്ടും അതേ ലെവലിലേക്ക് താരിഫ് ഉയർത്തി വെച്ചുകൊണ്ട് ആ ഒരു ഈക്വൽ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ട്രംപ്. 55 പോലും ഇല്ലാതെ 40-ന് താഴെ ഇരുന്ന താരിഫ് ലെവൽ ഇപ്പം 155 ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ചൈനയുമായിട്ട് ഒരു ടഫ് നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ താരിഫ് ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പം പെട്ടെന്ന് താരിഫ് ഉയർത്തിക്കൊണ്ട് ചൈനയുമായിട്ട് യുദ്ധം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ നെഗോസിയേഷൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഈ 155% താരിഫ് ഇങ്ങനെ തുടരും. അത് വേണമെങ്കിൽ ഒരു 30 ദിവസത്തേക്ക് തുടരുമായിരിക്കും. കാരണം ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം റെയർ എർത്ത് എലമെന്റ്സ്. ഇന്നലെ ഓസ്ട്രേലിയയെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓസ്ട്രേലിയയുമായിട്ട് $8.5 ബില്യൺ വർത്ത് വരുന്ന റെയർ എർത്ത് എലമെന്റ്സിന്റെ കരാറാണ് ഒപ്പിട്ടത് അമേരിക്ക. പക്ഷേ അത് പോരാ. കാരണം ചൈനയുടെ പക്കലുള്ള പല റെയർ എർത്ത് എലമെന്റ്സും ഓസ്ട്രേലിയയിൽ അവൈലബിൾ അല്ല. ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം തീർച്ചയായിട്ടും ഓസ്ട്രേലിയ കയറ്റി വയ്ക്കും. പക്ഷേ ബാക്കിയുള്ള സംഗതികളൊക്കെ ചൈനയുടെ തന്നെ വരേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അടപ്പളവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സെമി കണ്ടക്ടർ മേഖല ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ ഫൈറ്റർ ജെറ്റ് ഉൽപ്പാദനം, നാസ ഉൾപ്പെടെയുള്ള സ്പേസ് പ്രോഗ്രാം, ഇതിലെല്ലാം തന്നെ റെയർ എർത്ത് എലമെന്റ്സിന്റെ സാന്നിധ്യം വളരെയധികമുണ്ട്. പിന്നെ അടുത്ത് ചൈനയെ ഏറ്റവും കൂടുതൽ അമേരിക്ക പ്രതീക്ഷിക്കുന്നത് ഈ സോയാബീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ഇടുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സോയാബീൻ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അവര് തീരെ അങ്ങ് നിർത്തി. ഇപ്പം ശരിക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ബ്രസീൽ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ചൈന ഇപ്പം സോയാബീൻ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെ അമേരിക്കയ്ക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു നീക്കുപോക്ക്. കാരണം ഈ ട്രംപിന്റെ വോട്ട് ബാങ്കിൽ ഈ അമേരിക്കൻ ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ഈ ഫാർ റൈറ്റിൽ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ, അതിൽ നല്ലൊരു വിഭാഗം ഈ രീതിയിലുള്ള കൃഷിക്കാരും കൂടിയാണ്. അപ്പോൾ അവര് വോട്ട് ബാങ്കാണ് ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ അവരുടെ ഈ ഒരു പ്രശ്നം കൂടി പരിഹരിക്കേണ്ടി വരും. അതിനുവേണ്ടിയും കൂടിയാണ് ട്രംപ് ചൈനയെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് ഒരു ആസിയാൻ സമ്മിറ്റിൽ വെച്ചിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കൺഫർമേഷൻസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ദീപാവലി ആഘോഷവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ട്രേഡ്, താരിഫ് ഇതിനെയൊന്നും കാൽക്കുലേറ്റ് ചെയ്യരുത്. ട്രംപ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ്. ട്രംപിന്റെ പോളിസി എല്ലാം തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണ്, അല്ലാതെ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ അല്ല. അതുകൊണ്ട് ഇന്ത്യക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള പോളിസി ഒന്നും ട്രംപ് ക്രിയേറ്റ് ചെയ്ത് തരത്തില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ദീപാവലി ആഘോഷത്തിനെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മുന്നറിയിപ്പാണിത് ഞാൻ തരുന്നത്. യഥാർത്ഥത്തിൽ ട്രംപ് എന്താണ് ഇന്ത്യക്കെതിരെ പറയാൻ പോകുന്നതെന്നുള്ളതിന് കാത്തിരിക്കുകയാണ് ഞാൻ. കാരണം ഇതിനു മുമ്പ് എല്ലാ തവണയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷസ് അറിയിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് പുറകെ ഒരു ട്രീറ്റ് ട്രംപ് തരാറുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ എന്തായാലും ഒരുവിധം ജിയോ പൊളിറ്റിക്സ് എല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.